ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്ന ഏജൻസിയാണെന്നും പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതിൻ്റെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ കുറ്റവിമുക്തമാക്കുന്ന വിധമുള്ള ഇ ഡിയുടെ ഇടപെടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ BJP കൊണ്ടുവന്ന കള്ളപ്പണം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലിറക്കി അവിടെ വിതരണം ചെയ്യേണ്ടുന്നതിൻ്റെ ബാക്കി തുക എന്ന നിലയിൽ 3.56 കോടി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് കൊള്ളയടിക്കപ്പെട്ടത്. കുഴൽപ്പണ ഇടപാടുമായി നടത്തിയ ഈ വിനിമയത്തെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിക്കുകയും ഇത്തരത്തിലുള്ള കേസുകൾ, കുഴൽപ്പണത്തിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസിയാണ് എന്നതുകൊണ്ട് കുറ്റപത്രത്തിൻ്റെ കോപ്പി കേന്ദ്ര ഏജൻസിക്ക് നൽകുകയുമാണ് യഥാർത്ഥത്തിൽ കേരള പോലീസ് ചെയ്തത്. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് ഇ ഡി അന്വേഷിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലുള്ള കേസിൻ്റെ ഭാഗമായി ഇ ഡിക്ക് നോട്ടീസ് അയക്കുകയും അതിനടിസ്ഥാനത്തിൽ ഞങ്ങളത് അന്വേഷിക്കും എന്നവർക്ക് പറയേണ്ടി വരികയും ചെയ്തത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്വേഷിക്കാൻ സമ്മതിച്ച ഇ ഡി അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിലാണ് BJP നേതാക്കൾക്കെതിരെ ഒരു പോറലും വരാതെ രീതിയിൽ ചാർജ് ഷീറ്റ് തന്നെ തിരുത്തി എഴുതി BJPയുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോഴും കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. കൗതുകകരമായ കാര്യം, തൃശ്ശൂരിൽ 6 ചാക്കുകളിൽ കെട്ടി 9 കോടി രൂപ കുഴൽപ്പണം എത്തിച്ചെന്നും അത് സംബന്ധിച്ച് പരസ്യമായിട്ട് വാർത്താ മാധ്യമങ്ങളോട് തന്നെ ചൂണ്ടിക്കാണിച്ചത് BJP ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷാണ്. ഈ തിരൂർ സതീഷിൻ്റെ മൊഴിയെടുക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇ ഡി തയ്യാറായിട്ടില്ല. ഇത്ര ഗുരുതരമായ ആരോപണം കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് 9 കോടി റുപ്യ തൃശ്ശൂർ ഓഫീസിൽ എത്തിച്ചു എന്ന് ഓഫീസ് സെക്രട്ടറി തന്നെ മൊഴി നൽകിയിട്ടും പത്രങ്ങൾക്കെല്ലാം കൃത്യമായ വിശദീകരണം നൽകിയിട്ടും ഇ ഡി അദ്ദേഹത്തോട് പോലും മൊഴി രേഖപ്പെടുത്തി കേസിൻ്റെ ഭാഗമാക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വിചിത്രമായ കാര്യമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവർക്കും അറിയാം. അന്നത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ അറിവോടുകൂടിയാണ് കുഴൽപ്പണ ഇടപാട് നടന്നത് എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേശൻ, സംസ്ഥാന സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീശൻ നായർ എന്നിവരെല്ലാം ധർമ്മജൻ വഴി
ഏതാണ്ട് 53.4 കോടി രൂപയുടെ കള്ളപ്പണം കുഴൽപ്പണത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള ധാരണ.